ഇനി നമ്മൾ അടുത്ത പറയുന്നത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിനെ പറ്റിയാണ്. സിമുലേറ്റഡ് അനീലിംഗ് വരെ പറഞ്ഞു. ഹിൽ ക്ലൈമ്പിങ്ങിൻ്റെ മൂന്നാമത്തെ ടെക്നിക്ക് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചാണ്. മൂന്നാമത്തെ ഹ്യൂറിസ്റ്റിക് ടെക്നിക്ക് നമ്മൾ പറയുന്നത്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത് ഫസ്റ്റിൻ്റെയും ബ്രെഡ്ത്ത് ഫസ്റ്റ് ടെക്നിക്കിൻ്റെയും അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡാണ്. അതിൽ നമ്മൾ ഓർ ഗ്രാഫിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. അപ്പം ബെസ്റ്റ് ഫസ്റ്റ് പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്? വി സെലക്ട് ദ മോസ്റ്റ് പ്രോമിസിങ് ഓഫ് ദ നോട്ട്സ് വി ജനറേറ്റഡ് സോ ഫാർ. ദിസ് ഈസ് ഡൺ ബൈ അപ്ലൈയിങ് ദ അപ്രോപ്രിയേറ്റ് heuristic function to each of them. Then expand the chosen node by using rules to generate its successor. If one of them is a solution, we can quit. If not, all those new nodes are added to the set of nodes generated so far. Again, the most promising node is selected and then the process continues. This is a bit of depth first searching occurs as the most promising branch is explored. But eventually, if a solution is not found, the branch will start to look less promising than the top level branches that has been ignored. At that point, the more promising previously ignored branch will be explored. But the old branch is not forgotten. The last node remains in the set of generated but unexpanded nodes. The search can return to it whenever all the other gets bad enough. That is again the most promising path. എന്ന് പറഞ്ഞാൽ ഇതിലെന്താണ്, ആദ്യം എല്ലാ നോട്ട്സും ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ ബെസ്റ്റ് നോഡ് ഏതാണ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും എല്ലാം ജനറേറ്റ് ചെയ്ത് താഴോട്ട് പോകാൻ നോക്കും. പക്ഷേ നേരത്തെയുള്ള നോഡൊക്കെ മെമ്മറിയിൽ നിന്ന് മായ്ക്കത്തില്ല. എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകാമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഡെപ്ത് ഫസ്റ്റ് പോലെ. പക്ഷേ നേരത്തെ നോട്ട്സ് എല്ലാം എന്ത് ചെയ്യും, മെമ്മറി സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോഴെന്താണ്, അത് ഏതാണ്ട് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് പോലെയാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഇത് കൊണ്ടുള്ള ആണ് നമ്മളതിനെന്ത് പറയുന്നത്, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയാലും അതിൻ്റെ പഴയ ബ്രാഞ്ച് അത് മറക്കത്തില്ല. താഴെ കുറേ ട്രാവേഴ്സ് ചെയ്ത് പോയാലും അതിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു പഴയ ബ്രാഞ്ച് അത് മറക്കത്തില്ല. അപ്പം ഏതെങ്കിലും ഒരു താഴോട്ട് വന്നപ്പോൾ തെറ്റിപ്പോയാലും തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, വേറെ ഓൾട്ടർനേറ്റ് പാത്തുകളിലേക്ക് അത് പോകാൻ പറ്റും, മോസ്റ്റ് പ്രോമിസിങ് പാത്തുകളിലേക്ക് പോകാൻ പറ്റും. ഇനി അടുത്ത അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൻ്റെ. ഇതൊരു ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ട്രീ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൻ്റെ ഗ്രാഫാണ്. അതെങ്ങനെ പറയുമെന്ന് വെച്ചാൽ, ആൻ അൽഗോരിതം ടു ഡു ദിസ് വിത്ത് ഓപ്പറേറ്റ് ബൈ സെർച്ചിങ് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് നോഡ് റെപ്രസെൻറ്റ്സ് എ പോയിൻ്റ് ഇൻ ദ പ്രോബ്ലം സ്പേസ്. ഒരു ഗ്രാഫിലാണെങ്കിൽ ഓരോ നോഡ് എന്തായിരിക്കും, പ്രോബ്ലം സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും, പ്രോബ്ലം സ്പേസിൻ്റെ ഓരോ പോയിൻ്റ് ആയിരിക്കും. ഇനി ഈച്ച് നോഡ് വിൽ കണ്ടെയ്ൻ അഡീഷൻ ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോബ്ലം സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ഇൻഡിക്കേഷൻ ഓഫ് ഹൗ പ്രോമിസിങ് ഇറ്റ് ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഓരോ നോഡും ഡിസ്ക്രിപ്ഷനായിരിക്കും പറയുന്നത് അല്ലേ. ഒരു ഗ്രാഫിൽ എങ്ങനെയാണ് ഓരോ നോഡും എന്തായിരിക്കും പറയുന്നത്, പ്രോബ്ലം സ്റ്റേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനായിരിക്കും. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, എത്ര പ്രോമിസിങ് ആണ് ആ നോഡെന്നുള്ളതും കൂടെ പറയും. എ പാരന്റ് ലിങ്ക് ദാറ്റ് പോയിൻറ്റ്സ് ബാക്ക് ടു ദ ബെസ്റ്റ് നോഡ് ഫ്രം വിച്ച് ഇറ്റ് കെയിം ആൻഡ് എ ലിസ്റ്റ് ഓഫ് നോട്ട്സ് ദാറ്റ് വെർ ജനറേറ്റഡ് ഫ്രം ഇറ്റ്. ഒരു ബെസ്റ്റ് നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിറകിലോട്ടുള്ള നോഡ് ഏതാണെന്നും അതുപോലെ അതിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന നോഡ് ഏതാണെന്ന് നമുക്കറിയാൻ പറ്റും. ദ പാരന്റ് ലിങ്ക് വിൽ മേക്ക് ഇറ്റ് പോസിബിൾ ടു റിക്കവർ ദ പാത്ത് ടു ദ ഗോൾ വൺസ് ദ ഗോൾ ഈസ് ഫൗണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോൾ ഫൗണ്ട് ചെയ്താൽ തിരിച്ചത് പോകണമെങ്കിൽ എന്താണ്, പാരന്റ് ലിങ്കാണ്. ദ ലിസ്റ്റ് ഓഫ് സക്സസേഴ്സ് വിൽ മേക്ക് ഇറ്റ് പോസിബിൾ ഇഫ് എ ബെറ്റർ പാത്ത് ഈസ് ഫൗണ്ട് ടു ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് നോഡ്. ഇനി ഇപ്പോൾ ഉള്ള സൊല്യൂഷൻ ആയിട്ട് ബെറ്റർ പാത്ത് കിട്ടുമെന്ന് അറിയാൻ നമുക്കൊരു ലിസ്റ്റ് ഓഫ് സക്സസേഴ്സും കാണാം. ടു പ്രൊപ്പഗേറ്റ് ദ ഇംപ്രൂവ്മെൻറ്റ് ഡൗൺ ടു ഇൻ സക്സസർ, വി കോൾ ദിസ് ഗ്രാഫ് a sort of OR graph since each of its branches represent alternative problem solving path. എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഓരോ ബ്രാഞ്ചും എന്താണ്, നിങ്ങൾക്ക് എന്താണ്, ഇത് ആക്ച്വലി ബെസ്റ്റ് ഫസ്റ്റ് ട്രീ ആണ് കാണിച്ചിരിക്കുന്ന, ഗ്രാഫല്ല. പക്ഷേ എന്താണ്, ഇവിടെയും നിങ്ങൾക്കറിയാം ഓരോ സൈഡിലോട്ടുള്ള പാത്തും എന്തായിരിക്കും കാണിക്കുന്നത്, ഓൾട്ടർനേറ്റീവ് പ്രോബ്ലം സോൾവിങ് പാത്താണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഓറ് പോലെയല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വഴി പോയാലല്ലേ ഉത്തരം കിട്ടുന്നത്, കുറേ വഴികളാണ് ഉത്തരം കിട്ടാൻ. അതെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർ ഗ്രാഫ് വരയ്ക്കുന്നത് പോലെയാണ്. ഇനി അങ്ങനെ ഒരു ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഒരു ഗ്രാഫ് സെർച്ച് പ്രൊസീജിയറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ലിസ്റ്റ് ഓഫ് നോഡ്സ് കാണും. ഒന്നെന്ന് പറയുന്നത് ഓപ്പൺ നോഡ്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് നോഡുമാണ്. ഓപ്പൺ നോഡെന്ന് പറഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിനൊരു ഹ്യൂറിസ്റ്റിക് ഫങ്ഷനും ഉണ്ട്, പക്ഷേ അത് എക്സാമിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രയോറിറ്റി ക്യൂ പോലെയാണ്. ഏതാണോ ഹയസ്റ്റ് പ്രയോറിറ്റി എലമെൻറ്റ്സ് മീൻസ് ഹയസ്റ്റ് പ്രയോറിറ്റി വാല്യൂസ്, അതിനെല്ലാം എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സാണ് അവിടെ ഉള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലോസ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ അത് എക്സാമിൻ ചെയ്തിട്ടുണ്ട്,
അതുപോലെ ഈ നോട്ട്സിനെ മെമ്മറി സൂക്ഷിച്ചിരിക്കും. ഇനി പുതിയ ഏത് നോഡ് ജനറേറ്റ് ചെയ്താൽ നമ്മൾ നോക്കും ഈ നേരത്തെ ഉള്ളതാണോ എന്ന്. അതിനാണ് നമ്മളെന്ത് പറയുന്നത്, ക്ലോസ്ഡ് നോഡാണെന്ന് പറയുന്നത്. ഇനി ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ഇവിടെ എന്ത് വേണം, ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷനും കൂടെ ഉണ്ട്. നല്ല നല്ല പ്രോമിസിങ് ആണോ അല്ലയോ എന്നൊക്കെ പറയാൻ പറ്റും. അതിനെ നമ്മൾ എഫ് ഡാഷ് എന്ന് പറയും. എഫ് ഡാഷിന് നമുക്ക് എന്ത് പറയാം, ജി പ്ലസ് എച്ച് ഡാഷ്, രണ്ട് ഫംഗ്ഷൻ്റെ സം ആണെന്ന് പറയാം. അതിൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ജി പ്ലസ് എച്ച് ഡാഷിൻ്റെ സമ്മാണ്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ഇനിഷ്യൽ സ്റ്റേറ്റ് ടു കറൻറ്റ് നോഡ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമുണ്ട്, അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഇതുവരെ എത്താൻ എത്ര കോസ്റ്റായി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അവിടെ എടുത്ത എമൗണ്ട്, അതാണ് എന്ത് പറയുന്നത്, ജി എന്ന് പറഞ്ഞാൽ. ടൈം ആവാം, എത്ര ഓപ്പറേഷൻ ചെയ്തു എന്നായിരിക്കാം, എത്ര സ്റ്റെപ്പ് ചെയ്തു, അതൊക്കെ എന്താണ്, കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ഇനിഷ്യൽ സ്റ്റേറ്റ് ടു കറൻറ്റ് നോഡ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജി എന്ന് പറയുന്നത്. ഇനി ഈ കറൻറ്റ് നോഡിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ദൂരമാണ് എന്ത് പറയുന്നത്, എച്ച് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റിമേറ്റ് ഓഫ് അഡീഷണൽ കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം കറൻറ്റ് നോഡ് ടു ദ ഗോൾ സ്റ്റേറ്റ്. ഓക്കെ, അവിടെ നമുക്ക് എന്തായിരിക്കും അറിയേണ്ടത്, നോളജ് അബൌട്ട് പ്രോബ്ലം ഡൊമൈൻ, എന്ത് നോളജാണ് അവിടെ ലാസ്റ്റിലേക്ക് എടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഈ എച്ച് ഡാഷിനാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുകയാണ് എഫ് ഡാഷ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫ് ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ജി എന്ന് പറഞ്ഞാൽ സാധനം നോൺ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഓരോ പ്രാവശ്യം ഈ നോഡ് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പറയും, സെർച്ച് ടെക്നിക്കിൽ എന്താണ്, പിക്സ് ദ മോസ്റ്റ് പ്രോമിസിങ് ഓഫ് ദ നോട്ട്സ് ദാറ്റ് ഹാവ് ബീൻ ജനറേറ്റഡ് ഏർലിയർ എന്നുള്ളതാണ് പറയുന്നത്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിന് നമുക്ക് എ സ്റ്റാർ അൽഗോരിതത്തിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷനായിട്ട് പറയാം. എ സ്റ്റാർ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഈ എഫ് ഡാഷ്, ജി, എച്ച് ഡാഷ് ഈ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്നതിൽ ക്ലോസ് ലിസ്റ്റും ഓപ്പൺ ലിസ്റ്റും ഒക്കെ പറയുന്ന അൽഗോരിതത്തിനാണ് എന്ത് പറയുന്നത്, എ സ്റ്റാർ അൽഗോരിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് എന്തുവാണെന്ന് അറിയാൻ ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സംഭവം, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് പറഞ്ഞത് തന്നെയാണ് സംഭവം. അതിൻ്റെ വേണമെങ്കിൽ ഈ സ്റ്റെപ്സ് വായിച്ച് നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് അജണ്ടാസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അജണ്ട ഡ്രിവൺ സെർച്ച്, അതും ഇതിൻ്റെ പാർട്ടാണ്, ബെസ്റ്റ് സെർച്ചിൻ്റെ എക്സാമ്പിളാണ്. അതാണ് അടുത്ത പറയുന്നത്. ഇത് എ സ്റ്റാർ അൽഗോരിതത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ പേജ്. നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ആ ടെക്സ്റ്റിലുണ്ട്, 3rd ചാപ്റ്ററാണ്, റിച്ച് ഇൻ ടെക്സ്റ്റ് ഞാനിന്ന് ഇട്ടിരുന്നു. അതിൻ്റെ ഇതും എ സ്റ്റാറിൻ്റെ പോർഷനാണ്. ഈ പറഞ്ഞ പോലെ എച്ച് ഡാഷ് അണ്ടർ എസ്റ്റിമേറ്റ്സ് എച്ച് എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ഉള്ള ഫിഗർ എന്താണ് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറയാം, എ സ്റ്റാർ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം സ്റ്റെപ്പ് വഴി സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഓക്കെ, ഇനി അജണ്ടാസ് എന്നാണ് ഞാൻ പറഞ്ഞു. 3rd പാർട്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൻ്റെ 3rd വേർഷൻ എന്ന് പറയുന്നത് അജണ്ടാസാണ്. അതെന്താണെന്ന് അടുത്ത പറയാം. അജണ്ടാസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ടാസ്ക് എ സിസ്റ്റം കുഡ് പെർഫോം ആണ്. അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ടാസ്ക് ദർ ആർ യൂഷ്വലി 2 things, എ ലിസ്റ്റ് ഓഫ് റീസൺസ് വൈ ദ ടാസ്ക് ഈസ് ബീങ് പ്രൊപ്പോസ്ഡ് ആൻഡ് എ റേറ്റിംഗ് റെപ്രസെൻറ്റിംഗ് ദ ഓവറോൾ വെയ്റ്റ് ഓഫ് എവിഡൻസ് സജസ്റ്റിംഗ് ദ ടാസ്ക് വുഡ് ബി യൂസ്ഫുൾ. ഇപ്പോൾ ചില പ്രോഗ്രാം, അതിൽ AM എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ചില പ്രോഗ്രാമിന് ഒരുപാട് സ്റ്റെപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് യൂസ്ഫുൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്, അജണ്ട ഡ്രിവൺ സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് റീസൺ കാണും ആ കമ്പ്യൂട്ടറിന്, എന്തൊക്കെ സാധനം ചെയ്യണമെന്ന്. അതുമാത്രമല്ല ഒരു റേറ്റിങ്ങും കാണും, ഏതൊക്കെ ടാസ്ക് ചെയ്താൽ അത് പിന്നീട് യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. അങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഡ്രിവൺ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് അജണ്ട ഡ്രിവൺ സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അജണ്ട സിസ്റ്റത്തിനനുസരിച്ചിട്ട് എപ്പോഴും അജണ്ട സിസ്റ്റം വിശ്വസിക്കുന്ന ഒരു ഗുഡ് റീസൺ കാണണം വേറൊരു സംഭവം ഇപ്പോൾ ചെയ്യണമെങ്കിൽ എന്നാണ്. പക്ഷേ നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ എപ്പോഴും റീസൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരാൾ ചോദിക്കണം, നിങ്ങൾക്ക് ചൈനയെക്കുറിച്ച് വായിക്കണോ അന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ ഒരാൾ പറയാം എനിക്ക് ചൈനയെക്കുറിച്ച് വായിക്കേണ്ട, വേറെ ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് വായിക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ വേറെ ഏത് രാജ്യമാണെന്ന് ചോദിക്കും. പക്ഷേ അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും കാണണമെന്നില്ല. അതുകൊണ്ട് അജണ്ട ഡ്രിവൺ കൺട്രോൾ സ്ട്രക്ചർ യൂസ്ഫുൾ ആവുന്ന എപ്പോഴാണ്, ഇഫ് സം ടാസ്ക് പ്രൊവൈഡ് നെഗറ്റീവ് എവിഡൻസ് അബൌട്ട് ദ മെറിറ്റ്സ് ഓഫ് അതർ ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ടാസ്ക് മറ്റേതിനെ വേണ്ടി ബെറ്റർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അജണ്ട ഡ്രിവൺ കൺട്രോൾ സ്ട്രക്ചർ ഉപയോഗിക്കാൻ പറ്റുന്നത്. അടുത്ത നമ്മൾ പറയുന്ന സെർച്ച് ടെക്നിക്ക് പ്രോബ്ലം റിഡക്ഷൻ ടെക്നിക്കാണ്. പ്രോബ്ലം റിഡക്ഷൻ ടെക്നിക്കിനെ നമുക്ക് ആൻഡ് ഓർ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഓർ ഗ്രാഫ് അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ്ഫുൾ ഫോർ റെപ്രസെൻറ്റിംഗ് സൊല്യൂഷൻസ് ഓഫ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ് ബൈ ഡീകമ്പോസിങ് ദം ഇൻറ്റു എ സെറ്റ് ഓഫ് സ്മോളർ പ്രോബ്ലംസ്. ഒരു വലിയ പ്രോബ്ലത്തിന് നമുക്ക് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യാമെങ്കിൽ നമ്മൾ അതിനെ പറയും ആൻഡ് ഓർ ഗ്രാഫ് ട്രീ എന്ന് പറയും. ദിസ് ഡീകമ്പോസിഷൻ ഓർ റിഡക്ഷൻ ജനറേറ്റ് ആർക്സ്
ഈ ഡീകമ്പോസിഷനിൽ ജനറേറ്റ് ചെയ്യുന്ന ആർക്കുകളെയാണ് നമ്മൾ ആൻഡ് എന്ന് പറയുന്നത്. വൺ ആൻഡ് ആർക്ക് മേ പോയിൻറ്റ് ടു എനി നമ്പർ ഓഫ് സക്സസർ നോഡ്സ് ഓൾ ഓഫ് വിച്ച് മസ്റ്റ് ബി സോൾവ്ഡ് ഇൻ ഓർഡർ ടു ഫോർ ദ ആർക്ക് ടു പോയിൻറ്റ് ടു എ സൊല്യൂഷൻ. ഒരു ആൻഡ് ആർക്കിൽ നിന്ന് ഒരുപാട് സക്സസർ നോഡ് കാണും. ഇനി ആ ഓരോ നോഡ് സോൾവ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റും. ജസ്റ്റ് ആസ് ഇൻ ഓർ ഗ്രാഫ് സെവറൽ ആർക്സ് മേ എമേർജ് ഫ്രം എ സിംഗിൾ നോഡ്. ഇതിലാണെങ്കിലോ ഓറിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, സെവറൽ ആർക്ക് കാണും ഒരു നോഡിൽ നിന്ന്. ഇതിൽ പറയുന്നത് എന്താണ്, ആൻഡിൽ പറയുന്നത് എന്താണ്, ഒരു ആർക്കിൽ നിന്ന് ഒരു ആൻഡ് ആർക്കിൽ നിന്ന് ഒരുപാട് നോഡ് കാണും. ഓറിലാണെങ്കിൽ തിരിച്ചാണ്, ഒരു നോഡിൽ നിന്ന് ഒരുപാട് ആർക്ക് കാണും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റിംഗ് എ വെറൈറ്റി ഓഫ് വേസ് ഇൻ വിച്ച് ദ ഒറിജിനൽ പ്രോബ്ലം മൈറ്റ് ബി സോൾവ്. എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യാൻ ഒരുപാട് വെറൈറ്റി ഓഫ് വേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർ ഗ്രാഫ് പറയാം. പക്ഷേ ഒരു പ്രോബ്ലം ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പ് പല സമയത്തും ചെയ്യണമെങ്കിൽ അതിന് നമ്മളെന്ത് പറയും, ആൻഡ് ഗ്രാഫ് എന്ന് പറയും. അപ്പം ദിസ് വൈസ് ദ സ്ട്രക്ചർ ഈസ് നോട്ട് സിംപ്ലി കോൾഡ് ആൻഡ് ഗ്രാഫ് ബട്ട് റാദർ ദാൻ ആൻഡ് ഓർ ഗ്രാഫ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മളെന്ത് പറയുന്നത്, ആൻഡ് ഓർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആർക്സ് ആർ ഇൻഡിക്കേറ്റ് വിത്ത് എ ലൈൻ കണക്റ്റിംഗ് ഓൾ ദ കമ്പോണൻറ്റ്സ്. എല്ലാ കമ്പോണൻസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ലൈനിൽ നിന്നാണ് നമ്മൾ ആൻഡ് ആർക്കിനെ പറയുന്നത്. അതുപോലെ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം കൊണ്ട് ഒരു ആൻഡ് ഓർ ഗ്രാഫ് എഫക്റ്റീവായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആൻഡ് ഓർ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. സിമ്പിൾ ആൻഡ് ഓർ ഗ്രാഫും പിന്നെ ആൻഡ് ഓർ ഗ്രാഫ് എന്ന് പറഞ്ഞ് വരച്ചിട്ടുണ്ട്, കണ്ടോ. അക്വയർ ടി വി സെറ്റിന് പല വഴിയുണ്ട്. എന്താണ് സ്റ്റീൽസ് ടി വി സെറ്റ്, ഏൺ സം മണി, ബൈ ടി വി സെറ്റ്, പല വഴികളില്ലേ ഇതിന്. അപ്പോൾ ഏൺ സം മണി നോക്കിയേ, ബൈ ടി വി സെറ്റും എന്താണ്, അത് ഒന്നിച്ച് ചെയ്യണം. അപ്പോൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം, അപ്പോൾ അത് ഒറ്റ ഇതിൽ ചെയ്യണം. ഓക്കെ, അത് സിമ്പിൾ ആൻഡ് ഓർ ഗ്രാഫാണ്. ഓർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പല വഴിയുണ്ടോ, ഒന്ന് സ്റ്റീൽ ചെയ്യുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കുക. പൈസ കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പാണ്, അതുകൊണ്ടാണ് അവിടെ ഒരു ആൻഡ് ഓറും ഇവിടെ വരും. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണല്ലോ താഴെ. ഇനി ഈ ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രോബ്ലം റിഡക്ഷൻ്റെ അൽഗോരിതമാണ്. നിങ്ങളെല്ലാ ടെക്നിക്സിൻ്റെ അൽഗോരിതം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ജസ്റ്റ് സ്റ്റെപ്പ് എന്ന് പുതിയ ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം സ്റ്റാർട്ടിംഗ് നോഡ്, പിന്നെ എന്താണ് ലൂപ്പ് അണ്ടിൽ ദ സ്റ്റാർട്ടിംഗ് നോഡ് ഈസ് ലേബിൾ സോൾഡ്, അല്ലെങ്കിൽ കോസ് അബൌട്ട് ഫ്യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ട്രാവേഴ്സ് ദ ഗ്രാഫ് ട്രാവൽ ചെയ്യുക, എന്നിട്ട് പിക്ക് ഔട്ട് ഓഫ് ദ അൺഎക്സ്പെക്റ്റഡ് നോട്ട്സ് ആൻഡ് എക്സ്പാൻഡ്, ചേഞ്ച് ദ എഫ് ഡാഷ് എസ്റ്റിമേറ്റ് ഓഫ് ദ ന്യൂലി എക്സ്പാൻഡ് നോട്ട് റിഫ്ലക്ട് ദ ന്യൂ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അൽഗോരിതം സ്റ്റെപ്പുകളായിട്ട് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇനി പ്രോബ്ലം റിഡക്ഷൻ അതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ എങ്ങനെ ചെയ്തിരിക്കുമെന്നാണ് ഈ പറഞ്ഞ പോലെ ഇതിൽ കാണിച്ചിരിക്കുന്നത്, വരച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട്സ് ഉണ്ടോ, ആൽഫാബറ്റിക് ഓർഡറിലാണ് നമ്മളതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സബ് ഗോൾസ് അക്കൗണ്ട് ചെയ്യാൻ ഇത് ഫെയിൽ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സബ് ഗോൾസിനിടയ്ക്ക് ഒരു ഇൻട്രാക്ഷൻ വന്നു, അത് ചിലപ്പോൾ ഇതിൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, AO സ്റ്റാർ അൽഗോരിതം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം റിഡക്ഷൻ അൽഗോരിതം സെയിം ആണ്. ഏതാണ്ട് AO സ്റ്റാർ അൽഗോരിതത്തിൻ്റെ റിഡക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബ്ലം റിഡക്ഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. അതിന് നേരത്തെ പറഞ്ഞ ഓപ്പൺ ലിസ്റ്റും ക്ലോസ് ലിസ്റ്റും കാണും. അതുപോലെ AO സ്റ്റാർ അൽഗോരിതത്തിന് എന്താണ് ഒരു സിംഗിൾ structure graph കാണും, representing the part of the search graph that has been explicitly generated so far. Each node in the graph will point down to its immediate successor and up to immediate predecessors. Each node in the graph will also associated h dash value, estimate of the cost of a path from itself to a set of solution nodes. പിന്നെ ജിയുടെ വാല്യൂ സ്റ്റോർ ചെയ്യില്ല എ സ്റ്റാറിലെ പോലെ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കമ്പ്യൂട്ട് എ സിംഗിൾ സച്ച് വാല്യൂ സിൻസ് ദർ മേ ബി മെനി pass to the same state. Then such a value is not needed because of top-down traversing of the best node path. H dash will serve as the estimate of goodness of the node. AO സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ എന്താണ് എ സ്റ്റാർ പോലെയാണ്. പിന്നെ അതിന് എന്ത് വേണം, ഗ്രാഫുകൾ ഉപയോഗിക്കും, എന്നിട്ട് എന്താണ് ഒരു സെർച്ച് ഗ്രാഫിൻ്റെ അത് പ്രസൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോബ്ലം റിഡക്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇത് സംഭവമാണ് എന്ത് AO സ്റ്റാർ അൽഗോരിതം എന്ന് പറയുന്നത്. AO സ്റ്റാർ അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് അത് ഈ പറഞ്ഞ പോലെ വായിച്ചു നോക്കാം. ഇനിയുള്ള രണ്ട് മെത്തേഡ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷനും മീൻ ആൻഡ് അനാലിസിസും ആണ്.